ഹായ് ഡിയേഴ്സ്. ഈ ബ്രേക്കപ്പ് ആരെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തത്? നിങ്ങളെയാണോ അതോ നിങ്ങളുടെ എക്സിനെയാണോ? ഇതിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. ഇത് നിങ്ങളെ രണ്ടുപേരെയും എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. ആദ്യം ഇത് നിങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഡെഫിനറ്റ്ലി ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച പെയിൻ ആൻഡ് സഫറിങ്സ് എത്രമാത്രമാണെന്നുള്ളതാണ്. ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ അത്രമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കിയിരുന്നതെന്ന്. ഈ വ്യക്തിയുടെ കൂടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ഇമാജിൻ ചെയ്തിരുന്നു. നിങ്ങളുടെ എല്ലാ സന്തോഷവും ഈ പേഴ്സണായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ഈ പേഴ്സൺ പോയതോടുകൂടി നിങ്ങൾ പൂർണ്ണമായും തകർന്നുപോയി. നിങ്ങളുടെ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയായി. നിങ്ങളുടെ ലൈഫ് മൊത്തം ബ്ലാങ്കായി പോയതുപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം, അതായത് ഈ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ കുറേ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങി. അതായത് അങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും നോർമലി അങ്ങനെ ഉണ്ടാവുമല്ലോ. ലൈക്ക് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഒരിക്കലും ഈ വ്യക്തി എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കും. പക്ഷേ ഒരു തരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് താനും. കാരണം നിങ്ങൾ ഒരിക്കലും ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ കുറേ നാളായിട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ബട്ട് ദിസ് ടൈം നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവുമാണ് ചൂസ് ചെയ്തത്. നിങ്ങൾ ശരിക്കും കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആയി, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആയി. എന്നാലും നിങ്ങൾ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, എനിക്കെൻ്റെ സമാധാനമാണ് വലുത്, ഇതെനിക്ക് ഒരിക്കലും ഓക്കെ ആകില്ല. അങ്ങനെയുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുത്തു. അതിൽ നിങ്ങൾ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതൊരു അവേക്കനിങ് കാർഡാണ്. ഈ ഹാങ്ഡ് മാൻ ഇങ്ങനെ തല കുത്തി കിടക്കുമ്പോൾ കാര്യങ്ങൾ കാണുന്നത് ശരിക്കും വേറൊരു പെർസ്പെക്റ്റീവിലാണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ ഇന്നർ ട്രോമാസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രോമാസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങളിപ്പോൾ. അപ്പോൾ ശരിക്കും ഒരു തരത്തിൽ പറയുമ്പം ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് സൂചിപ്പിക്കുന്നത്. അത് ലൈക്ക് ഒരു സ്പിരിച്വലി ആൻഡ് മെൻ്റലി ഉള്ളൊരു ഗ്രോത്തിനെയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു. അത് നിങ്ങളുടെ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു പവറായിട്ട് ട്രാൻസ്മ്യൂട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥയെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തിനായിരുന്നു ഞാനിത് ചെയ്തതെന്ന്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയുടെ പുറകെ പോയിരുന്നത് സത്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമായിരുന്നു. ഈ പേഴ്സൺ നിങ്ങൾക്കത്ര വರ್ತല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ എന്തോ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾ ഈ വ്യക്തിയിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവരെ ബ്രേക്കപ്പ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൻ്റെ ഒരു പേരൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനുള്ള ആ പെയിനും ട്രോമാസും എല്ലാം തിരിച്ചറിഞ്ഞ് അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അതിനുള്ള കാര്യങ്ങളും വർക്കുകളെല്ലാം നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്തത് വഴി നിങ്ങൾ നിങ്ങളുടെ കാർമിക് സൈക്കിൾ ക്ലോസ് ചെയ്തു. നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ നിങ്ങളിപ്പോൾ അപ്ഗ്രേഡായി. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾ സ്പിരിച്വലി അവേക്കൻ ആയപ്പോൾ, സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങി. നിങ്ങൾ നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങളുടെ മൈൻഡാണല്ലോ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളുടേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിച്ചു. നിങ്ങളിപ്പോൾ ശരിക്കും യൂണിവേഴ്സിൻ്റെ അടുത്ത് ഒന്നും ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കമാൻഡ് ചെയ്താൽ മതി. കാരണം അതെല്ലാം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു പവർഫുൾ മാനിഫെസ്റ്ററായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ബ്രേക്കപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു മാസീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവാണ്. അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ബ്രേക്കപ്പ് ശരിക്കും നിങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു ഷെല്ലിനെയാണ് ബ്രേക്ക് ചെയ്തത്. അതായത് കുറേ ലിമിറ്റേഷനും റെസ്ട്രിക്ഷനും ബൗണ്ടറീസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു നിങ്ങൾ. ആ ഒരു ഷെല്ലിനെ, അങ്ങനത്തെ ഒരു ഔട്ടർ ഷെല്ലിനെ ബ്രേക്ക് ചെയ്തു. നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയതിന് ശരിക്കും നിങ്ങൾ ഈ വ്യക്തിക്ക് നന്ദി പറയണം. കാരണം നിങ്ങൾ പ്രോഗ്രാം ചെയ്തു വച്ചിരുന്ന ഈ ഔട്ടർ ഷെൽ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഈ വ്യക്തിയാണ്. അതേപോലെ നിങ്ങളിൽ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന നിങ്ങളുടെ ബെസ്റ്റ് വേർഷന് നിങ്ങൾക്ക് കിട്ടി. അത് ഈ ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബെസ്റ്റ് വേർഷന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിൽ നിങ്ങൾ ശരിക്കും സന്തോഷിക്കുക തന്നെ. ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് ഈ ബ്രേക്കപ്പ് നിങ്ങളുടെ പാർട്ട്ണറിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പാർട്ട്ണറിൽ എന്താണ് ഈ ഒരു ബ്രേക്കപ്പ് കൊണ്ട് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബ്രേക്കപ്പ് ആ വ്യക്തിയെ ഒട്ടും തന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന്. സത്യം അതല്ല. ഇത് ആ വ്യക്തിയെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആ വ്യക്തിയെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 of Swordsഉം 5 of Pentaclesഉം കാണിക്കുന്നത് അവർ അനുഭവിക്കുന്ന പെയിനും സഫറിങ്സിനെയും തന്നെയാണ്. അവരുടെ മനസ്സിലുണ്ടായ വൂൺസ് അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആളുകൾ പൊതുവെ അങ്ങനെയാണ്. അവരുടെ ഉള്ളിലുള്ള വേദനകൾ മറച്ചു വെച്ചിട്ട് ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു ഇമേജാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ കാണിക്കും. എസ്പെഷ്യലി ഒഴിവാക്കപ്പെട്ട ആളുകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഇൻസൈഡിൽ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പേഴ്സണെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്തതായിട്ടാണ് ശരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ പേഴ്സൺ വളരെ ഹോപ്പ്ഫുൾ ആണ് കേട്ടോ. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പേഴ്സൺ അല്ല, എന്ന് വെച്ച് ഒരു മോശം പേഴ്സണും അല്ല. നിങ്ങളെപ്പോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അവരെ വളരെയധികം ഡൗൺ ആക്കി കഴിഞ്ഞു. ഇവര് മൂവ് ഓൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ ബ്രേക്കപ്പ് അവർക്കൊരു ഷോക്കായിപ്പോയി. ഇതിങ്ങനെ തീരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ലഭിക്കാൻ പോവുകയാണ്. ഇവരൊരു ലൈറ്റ് ഹേർട്ടഡ് പേഴ്സൺ ആണ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന ഒരു ഓവർ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. ടോട്ടലി നിങ്ങൾ അവരുടെ കൺട്രോളിലാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അതവർക്കൊരു ഷോക്കായിപ്പോയി. അപ്പോൾ മാത്രമാണ് അവർ തിരിച്ചറിഞ്ഞത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്ന്. ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവർക്കുണ്ടായിരുന്ന വാല്യൂ എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവർക്ക് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത്.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി ഈ ബ്രേക്കപ്പിന് ശേഷം. എന്നാൽ ഈ വ്യക്തിയോ നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്ന് ഈ ബ്രേക്കപ്പിന് ശേഷം അവർ മനസ്സിലാക്കി. അതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായൊരു വ്യത്യാസം. നിങ്ങൾ വെറുമൊരു ലവർ അല്ലായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ പോയതിനു ശേഷമാണ് അവരുടെ ലൈഫിലെ എംബറസ് ആയിരുന്നു നിങ്ങൾ എന്നവർ തിരിച്ചറിഞ്ഞത്. അവരുടെ ലൈഫിലെ ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റി, പ്രൊട്ടക്ഷൻ, ഗ്രൗണ്ടിങ് എനർജി, അൺകണ്ടീഷണൽ സപ്പോർട്ടിങ്, ഇതെല്ലാം നിങ്ങളായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർക്ക് ആവശ്യമുള്ള ഇമോഷണൽ സപ്പോർട്ട്, ലോജിക്കൽ സപ്പോർട്ട് ഒക്കെ നിങ്ങളാണ് കൊടുത്തിരുന്നത്. അവരെ ശരിക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളായിരുന്നു. ഈ ലൈഫിൽ ഇനി ഇങ്ങനെ ഒരാളെ കിട്ടത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും തന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവരെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഭാഗ്യമായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പോയതിനു ശേഷം അത്ര നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാകുന്നത്. അവരിപ്പോൾ എക്സ്ട്രീംലി ഇമോഷണൽ ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ടത് നഷ്ടപ്പെട്ട അവസ്ഥയാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അവരതിൽ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുമായിട്ട് അവരൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ നിന്നും നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയുവാനും നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയുവാനും കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സെൽഫ് ലവ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളെ സംബന്ധിച്ച് ടോട്ടലി പോസിറ്റീവാണ് ഈ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് സംഭവിച്ചതോ, നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിയാനും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് വിഷമിക്കാനുമാണ് അവർക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് സംഭവിച്ചതോ, നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് അവർ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് നമ്മളെ അതേപോലെ തന്നെ കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ, എപ്പോഴും എന്തും ചെയ്തു തരാൻ വേണ്ടിയിട്ട് മനസ്സുള്ളൊരു വ്യക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മളുടെ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഒരിക്കലും അവർ വലിയ മൈൻഡൊന്നും ചെയ്യില്ല. അതായത് നമ്മളിപ്പോൾ അവർക്ക് ഒരു കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവരർഹിക്കുന്ന വാല്യൂ നമ്മുടെ ലൈഫിൽ നമ്മൾ അവർക്ക് കൊടുക്കില്ല. നമ്മൾ അവരെ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന മാതിരിയായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ലൈഫിലൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, അതായത് നമ്മളുടെ നെഗ്ലിജൻസ് സഹിക്കാൻ വയ്യാതെ ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ ആ വ്യക്തി നമ്മളെ വിട്ടുപോകും. അപ്പോഴായിരിക്കും ശരിക്കും ആ വ്യക്തിയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ വ്യക്തി നമ്മളെ വിട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കൂടെ താങ്ങായിട്ട് നിൽക്കാൻ ഒരു വ്യക്തി ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ വാല്യൂ, അവരുടെ സ്ഥാനം, ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ശേഷമായിരിക്കും. എന്നാൽ പിന്നീട് നമുക്ക് ഒരിക്കലും അവരെ തിരികെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അവരുടെ വാല്യൂ മനസ്സിലാക്കി അവരെ കൂടെ ചേർത്ത് നിർത്തുക. ഈ ലവ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഫീലിംഗ് ആണ്. അതുപോലെ ഈഗോ എന്ന് പറയുന്നത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളുടെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.